ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ടൂറും കാര്യങ്ങളും ഉത്സവവും ഒന്നുമില്ലാത്തതുകൊണ്ട് ഇന്ന് നമ്മുടെ അടുക്കളയിലാണ് നമ്മുടെ കയ്യാങ്കളികളൊക്കെ. അപ്പം നമുക്കിന്ന് ഭക്ഷണം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ ഗൈസ്. ഇന്ന് അമ്പലത്തിൽ അന്നദാനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഭക്ഷണം ഉണ്ടാക്കണം. അത് സ്വാഭാവികമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ. ഇന്ന് നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. ഇത് ഒത്തിരി എണ്ണയ്ക്കകത്തൊന്നും അല്ല വഴട്ടിയത്, ഒരു ശകല എണ്ണ ഒഴിച്ചിട്ട് വഴട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. പിന്നെ നമ്മളിത് അരച്ചിട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് ഞാൻ പൊട്ടുകടല ഇട്ടിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ എന്താണ് ഇച്ചിരി മുളക് പൊടി, വറ്റൽമുളക് വേണ്ടവർക്ക് വറ്റൽമുളക് ഇടാം, മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ഇടാം. അത് വഴന്ന് കഴിയുമ്പോൾ അത് തണുത്തിട്ട് അത് അരച്ച് പേസ്റ്റാക്കി ഇതുപോലെ ആക്കിയിട്ട് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. എത്ര ദോശ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ചടപടിയെന്ന് കറിയും റെഡിയാകും ഗൈസ്. അപ്പോഴാണ് എൻ്റെ പുത്രന് മുട്ട ബുൾസൈ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പറയും ഉണ്ണി പൊട്ടിയ മുട്ടയാണോ ബുൾസൈ എന്ന് രേഷ്മ പറയുന്നതെന്ന്? ഒരിക്കലും അല്ല ഗൈസ്. എൻ്റെ മോന് ഹാഫ് ബോയിൽ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ അത് കുത്തി പൊട്ടിക്കും എന്നൊക്കെയാണ് പറയാൻ വന്നത്. എന്തൊക്കെയാണോ പറയുന്നത്. കുത്തി പൊട്ടിച്ചിട്ട് ഞാൻ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ഓംലേറ്റ് പോലെ അങ്ങാക്കും. അവൻ്റെ കണ്ണിലത് ബുൾസയാകും, എൻ്റെ കണ്ണിലത് ഓംലേറ്റും ആകും ഗൈസ്. പിന്നെ മീനൊക്കെ ഇന്നലെ വെട്ടി വെച്ചതുകൊണ്ട് കൈയോടെ തന്നെ മീൻ കറിയും കൂടെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോലി അങ്ങ് തീരുമല്ലോ. എനിക്കാണെങ്കിൽ ഈ അടുക്കളയിൽ എപ്പോഴും കയറി കിടന്ന് പെരുമാറുന്നതിനോടൊന്നും താല്പര്യമില്ല ഗൈസ്. ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നിച്ചത് ചെയ്ത് തീർക്കണം. മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് ഇശാങ്കൂട്ടാൻ അങ്ങനോടി പോകുന്നതിന് മുമ്പ് എൻ്റെ ജോലികൾ അടുക്കളയിലെ എല്ലാം തീരാറുണ്ട്. നമുക്ക് നല്ല മങ്കട ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ അത് വൈകിട്ടെല്ലാം വെട്ടി സെറ്റാക്കി വെച്ചതുകൊണ്ട് രാവിലെ നമ്മുടെ കറി തിളാന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് രാവിലെ ദോശയുടെ കൂടെ മീൻചാറും കൂട്ടാൻ പറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഉപ്പുമാവിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ മീൻചാറ് കൂട്ടുന്നത്. നമ്മുടെ തക്കാളി ചട്നി മീൻചാറും ഒക്കെ കൂട്ടി നമ്മുടെ പയറ് ദോശ ഞാനൊരു പിടി പിടിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ കാന്താരി മുളക് ഫ്രിഡ്ജിലിരുന്ന് വിളിക്കുന്നു, രശ്മി വാന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് കാന്താരി ചമ്മന്തി ഉണ്ടാക്കി. അച്ചാമ്മ കൃഷി ചെയ്യുന്നു, ഞാൻ കഴിക്കുന്നു. അതാണ് എൻ്റെ രീതി. അച്ചാമ്മ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മുളകൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആർക്കും വിൽക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം അതെനിക്ക് പറിച്ച് കൊടുത്തു വിട്ടതാണ്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയും മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മൃഷ്ടാന ഭോജനം കഴിക്കും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ, ബീട്രൂട്ട് തോരനും മീൻകറിയും? ആഹാ, എന്ത് അന്തസ്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് നല്ല ശരിക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എന്നും ചോറ് തന്നെയാണ്. ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി എന്നും ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ നല്ല മീൻകറിയും കൂട്ടി കഴിക്കുമ്പം വേറൊരു ടേസ്റ്റ്. അമ്പലത്തിൽ പോയി അന്നദാനം കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ